നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ ധനുഷ്കോടി കാഴ്ചകളിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. രാമേശ്വരത്ത് ദർശനം കഴിഞ്ഞു ധനുഷ്കോടിയിലെ കാഴ്ചകൾ കാണാനായിട്ട് എത്തിയതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകമായിട്ടുള്ള രാമേശ്വരവും ധനുഷ്കോടിയും ഈ തീരപ്രദേശങ്ങളുമെല്ലാം നമ്മുടെ അഭിമാനമാണ്. ആ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ധനുഷ്കോടിയിലെ അശോക സ്തംഭത്തിന് ചുവട്ടിലാണ്, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ ശ്രീലങ്കയുമായിട്ട് ഏറ്റവും അടുത്ത സ്ഥലം, ഭാരതത്തിൻ്റെ തെക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന ധനുഷ്കോടി കാണേണ്ടതാണ്. എല്ലാ ഭാരതീയരും ഈ ധനുഷ്കോടിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ധനുഷ്കോടിയുടെ വിശേഷങ്ങളും അതിൻ്റെ പ്രാധാന്യവും മറ്റും പൂർണ്ണമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ധനുഷ്കോടി എന്ന് പറയുമ്പോൾ കടലിൻ്റെ ഒരു വശത്ത്, കടലിൻ്റെ നടുവിൽ കൂടി ശ്രീലങ്കയോട് പരമാവധി അടുക്കുന്ന സ്ഥലം, ഒരു വശത്ത് തിര ആഞ്ഞടിക്കുമ്പോൾ ഒരു വശത്ത് വളരെ ശാന്തമായി ഒഴുകുന്ന അത്ഭുത പ്രതിഭാസങ്ങളുള്ള ഒരു തീരപ്രദേശം. ഈ സ്ഥലവും മറ്റും നിങ്ങൾ നേരിട്ട് കണ്ടു തന്നെ അനുഭവിച്ചറിയുക. നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ധനുഷ്കോടിയിലേക്കാണ് എത്തിയത്. നമുക്ക് ധനുഷ്കോടിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ധനുഷ്കോടി ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്ക് കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പട്ടണമാണ്. രാമേശ്വരത്തിന് തെക്ക് കിഴക്കായി ശ്രീലങ്കയിലെ തലൈ മന്നാറിന് ഏകദേശം 18 മൈൽ അഥവാ 29 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. 1964 രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ഇന്നും കാര്യമായ ജനവാസമില്ലാതെ ഒരു പ്രേത നഗരമായി തുടരുകയും ചെയ്യുന്നു. തമിഴ്നാടിന്റെ കിഴക്കൻ തീരത്ത് ഏകദേശം തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രാമേശ്വരം ദ്വീപിന്റെ തെക്കേ അറ്റമാണിത്. ഇതിന് കിഴക്ക് ഭാഗത്തെ സമുദ്രം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്നും രാമേശ്വരം പട്ടണത്തിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം. ഇന്ന് ഇവിടെ മത്സ്യബന്ധന വ്യവസായത്തിന് പേര് കേട്ടതാണ്. പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായ ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. 1964 ഡിസംബർ 22 മുതൽ 25 വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാത്ത ഒരു വലിയ മണൽത്തിട്ട പോലെ കിടക്കുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ 2004 ഡിസംബർ 26 സുനാമി ധനുഷ്കോടിയെ ബാധിച്ചതുമില്ല. വെള്ളം അല്പം ഉയർന്ന ശേഷം പിന്നിലേക്ക് പോവുകയാണുണ്ടായത്. പാമ്പൻ ദ്വീപിന്റെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടിയെ പാക് കടലെടുക്കാണ് പ്രധാന കരയുമായി വേർതിരിക്കുന്നത്. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ കരമാർഗമായുള്ളതും നാമമാത്രയായതുമായ ഏക അതിർത്തി ഏകദേശം 45 മീറ്റർ, അതായത് 148 അടി മാത്രം ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും ചെറുതുമാണ്. ഇത് പാക് ഉൾക്കടലിന്റെ മണൽത്തിട്ടയിലാണ്. പ്രധാന കരയിലെ മണ്ഡപത്തെയും ധനുഷ്കോടിയെയും ബന്ധിച്ച് മുമ്പ് ഒരു മീറ്റർ ഗേജ് റെയിൽപാത നിലനിന്നിരുന്നു. 1964 ചുഴലിക്കാറ്റിൽ പാമ്പനെയും ധനുഷ്കോടിയെയും ബന്ധിച്ചിരുന്ന മീറ്റർ ഗേജ് പാത തകർക്കപ്പെടുന്നതുവരെ ചെന്നൈ എഗ്മൂർ മുതൽ ധനുഷ്കോടി വരെയുള്ള ട്രെയിനും അതിനനുബന്ധമായി ശ്രീലങ്കയിലേക്കുണ്ടായിരുന്ന ബോട്ട് മെയിൽ എക്സ്പ്രസ് സർവീസും നിലനിന്നിരുന്നു. നമുക്ക് ധനുഷ്കോടിയുടെ പേരിലെ ഐതിഹ്യം ഒന്ന് നോക്കാം. ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം. രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണ് എന്നാണ് രാമായണം നൽകുന്ന സൂചന. ഹിന്ദു പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തന്റെ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു. യുദ്ധാനന്തരം തിരികെ രാമൻ വരുമ്പോൾ രാവണന്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണന്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയിൽ
ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിന്റെ ഒരറ്റം ശ്രീരാമൻ തന്റെ ധനുസ്സിന്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. പൗരാണിക കാലത്ത് മഹോദധി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെട്ടിരുന്ന ഹിന്ദു മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനം രാമേശ്വര സേതുസ്നാനം എന്നറിയപ്പെടുകയും അത് രാമേശ്വര തീർത്ഥാടനത്തിന്റെ അത്ര പ്രാധാന്യമുള്ളതായി തീരുകയും ചെയ്തു. ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിന്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര തന്നെ ധനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. ഭാരതത്തിലെ ഹിന്ദു വിശ്വാസ പ്രകാരം കാശി തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ രാമേശ്വരം ക്ഷേത്ര ദർശനവും സേതുസ്നാനവും കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. സംസ്കൃതത്തിൽ സേതു എന്ന വാക്ക് പാത, പാലം, മാർഗം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ആധുനിക കാലത്ത് സേതു എന്ന വാക്ക് കൂടുതലായും ലങ്കയിലെത്താൻ ശ്രീരാമൻ നിർമ്മിച്ച പാലം എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ധനുഷ്കോടിയിലെ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ധനുഷ്കോടിയിലെ കാഴ്ചകളും കണ്ട് ധനുഷ്കോടിയുടെ ചരിത്രവും ഐതിഹ്യവും മനസ്സിൽ ഓർത്തുകൊണ്ട് ഇവിടെ നിന്നും ഞങ്ങൾ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അദ്ദേഹം താമസിച്ച വസതിയായിട്ടുള്ള സംരക്ഷിത സ്മാരകമായിട്ടുള്ള ഹൗസ് ഓഫ് കലാമിലും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ അറിവുകൾ പങ്കുവയ്ക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ച മ്യൂസിയം കാണുവാനും ഒക്കെ പോയി. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്കായി അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതാണ്. കൂടാതെ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാമർപാദം ക്ഷേത്രം, കോദണ്ഡ രാമക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും അവയുടെ ഐതിഹ്യങ്ങളും ഈ വിശേഷങ്ങളെല്ലാം പ്രത്യേകം വീഡിയോകളിലായി തുടർന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. ധനുഷ്കോടിയിലെ അശോകസ്തംഭമാണ്. നമുക്ക് ഇതിനൊന്ന് ചുറ്റി വലം വയ്ക്കാം. ചുറ്റി വലം വെച്ച് വരാം. ഇങ്ങനെ ഈ അശോകസ്തംഭത്തിന് ചുറ്റി വലം വെച്ച് ഇതിങ്ങനെ വലം വെച്ച് വരുന്നത്. ഇത് ധനുഷ്കോടിയിലെ ഒരു വശത്ത് തീരപ്രദേശത്ത് നല്ല ശക്തമായിട്ടുള്ള തിര ആചരിക്കുമ്പോൾ മറുവശത്ത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എൻഡ് ചെയ്ത് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാവുന്നതാണ്. വളരെ ശാന്തമായിട്ടുള്ള തിരയാണ്. തിരയൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കടൽ തീരത്ത് പഴയ കെട്ടിടങ്ങളുടെ, നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് അകത്തേക്ക് പോകുന്നില്ല, ഈ തെരുവ് നായൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ കെട്ടിടങ്ങളുടെ ഈ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഈ തീരത്ത് റോഡിനോട് അടുത്ത സ്ഥലത്ത് ഇതുപോലുള്ള കുടിലുകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ആളുകൾ വീണ്ടും എത്തി തുടങ്ങിയിരിക്കുന്നു. അതായത് പഴയ പ്രതാപകാലം ഒരു 10 വർഷം കൊണ്ടെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിന് ശക്തരായിട്ടുള്ള ഭരണാധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണം. കേന്ദ്ര ഭരണം അതിന് സഹായകരമാണ്. സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇവിടെ എത്തുന്ന തീർത്ഥയാത്രികർക്ക് യാതൊരു നിർദ്ദേശം കൊടുക്കാനും ഒന്നും ആരുമില്ല എന്നുള്ള അവസ്ഥയാണ്. ഇതെല്ലാം നമ്മുടെ ബഹുമാന്യനായിട്ട് പ്രധാനമന്ത്രി ശ്രദ്ധിക്കും. അദ്ദേഹം ഇതൊക്കെ ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയാണ്. ഈ തീരത്തേക്ക് വീണ്ടും ആളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസ് ആണ്. ഇത് 10 മണി മുതൽ, രാവിലെ 10 മണി മുതൽ 1 മണി വരെയും 2:30 മുതൽ 5 മണി വരെയുമാണ് ഇതിൻ്റെ സന്ദർശകർക്കുള്ള ടൈമിങ്. ഇതിൻ്റെ മേളിൽ കയറാം. ഞങ്ങളിപ്പം ഏതാണ്ട് 5 മണിയോട് അടുത്തു, അതുകൊണ്ട് തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഞാൻ വേറൊരു വിഷയമാണ് നിങ്ങൾക്കായിട്ട് പ്രതിപാദിക്കുന്നത്. ഈ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി കച്ചദ്വീപ് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചൊരു പ്രസ്താവന അദ്ദേഹം, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ അത് കുറേ വിമർശനമൊക്കെ ചെയ്തു. അനുകൂലിച്ച് ഒരുപാട് പേര് അതിനെ രംഗത്ത് വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു കാര്യവും കൂടെ പ്രതിപാദിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ കച്ചദ്വീപ് എന്നുള്ളത് ഭാരതത്തിൻ്റെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അത് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു കാണിച്ച അക്ഷന്തവ്യമായിട്ടുള്ള ഒരു തെറ്റാണ്. ആ തെറ്റ് എന്ത് കാരണം പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാർക്ക് ന്യായീകരിച്ചുകൊണ്ട് ഈ ഭാരതത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല. അതിൻ്റെ
പ്രത്യാഘാതം ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ ഒരു ഭൂമി വിട്ടുകൊടുക്കുക എന്നുള്ളത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. അതുപോലെ ഒരുപാട് തെറ്റുകൾ മുൻ ഭരണാധികാരികൾ കാണിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഭാരതത്തിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കണമെന്ന് താല്പര്യം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്നതെല്ലാം സംരക്ഷിച്ചു വരികയാണ്. തീരദേശത്ത് ഇവിടെ ഒരു കാലത്ത് ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്ത, അതായത് സുനാമി എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുവായിട്ടുണ്ടായ സുനാമിയല്ല, അതിനു മുമ്പ് ഒരു കാറ്റും കോളും വന്ന് ഈ ധനുഷ്കോടി മുഴുവൻ, അതിൻ്റെ വിവരങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ധനുഷ്കോടി മുഴുവൻ നശിച്ച് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഏതാണ്ട് 90% ഇവിടെ താമസിച്ചിരുന്ന ജനങ്ങളും മരണത്തിലേക്ക് പോയ ഒരവസ്ഥയുണ്ടായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ തിരികെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ പാതയിലാണ് ധനുഷ്കോടിയും ഈ രാമനാഥപുരവും എല്ലാം, അതായത് രാമേശ്വരവും ധനുഷ്കോടിയും എല്ലാം. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു കാലത്ത് ഈ ധനുഷ്കോടി ജനവാസ മേഖലയായിരുന്നു. ശ്രീരാമൻ്റെ തത്വങ്ങളെയും ശ്രീരാമൻ്റെ മഹത്വവുമൊക്കെ തമസ്കരിച്ചുകൊണ്ട് അധിനിവേശ ശക്തികളുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും അതിന് ഗവൺമെൻറ് കുടപിടിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ നേരിട്ട് അവതരിച്ച് സുനാമിയുടെ രൂപത്തിലും ഒക്കെ ജനങ്ങളെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചു എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. എപ്പോഴൊക്കെ രാമരാജ്യത്തിന് അധപ്പതനം ഉണ്ടായോ ആ സമയത്തൊക്കെ നമ്മുടെ ഭാരതം പൊതുവിൽ അധപ്പതനം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ രാമന് എതിരായിട്ട് ഭരണകർത്താക്കൾ കുടപിടിച്ചിട്ടുണ്ടോ, രാമനെ ദൂഷിപ്പിച്ചിട്ടുണ്ടോ, ആ സമയത്തെല്ലാം രാജ്യത്തിന് അതിൻ്റെ കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ രാമനെ കൈപിടിച്ചിട്ടുണ്ടോ ആ സമയമൊക്കെ രാജ്യം വികസനത്തിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വീണ്ടും ഇവിടെ ജനങ്ങൾ താമസത്തിനും കച്ചവടത്തിനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 5-10 വർഷം കഴിയുമ്പോൾ പഴയ പോലെ ജനങ്ങൾ ഇവിടെ താമസിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ അതിൻ്റെ മകുട ഉദാഹരണങ്ങളാണ്. ഇവിടെ ഒരു കാലത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ജനവാസം ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ വളരെ നല്ല പുരോഗതിയിലായിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായ ഹൈന്ദവീയമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള മൂല്യച്യുതിയാണ് ഇന്ന് ഈ കാണുന്ന ആ ശവപ്പറമ്പ് പോലെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ പല മേഖലയും പല തീരദേശ ഭാഗങ്ങൾ കാണുകയുണ്ടായി. ഇവിടുന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്ത് അങ്ങനെയുള്ള അകത്തോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ കുടിലുകളുടെയും കെട്ടിടങ്ങളുടെയും പള്ളിയുടെയും ഒക്കെ അവശിഷ്ടം നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. ഒരു പ്രേതാലയം പോലെ, ഒരു ശവപ്പറമ്പ് പോലെ ഈ കാഴ്ച നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും അത് ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമ്മുടെ തത്വങ്ങളെ മറക്കുമ്പോൾ എങ്ങനെ അപകടം പതിയിരിക്കുന്നു, ഈശ്വരന്മാർ പോലും നമുക്കെതിരായിത്തീരുന്ന ഒരവസ്ഥ. ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇവിടെ വികസനത്തിൻ്റെ പാത വെട്ടിത്തെളിച്ചുകൊണ്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ലോകമെമ്പാടും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരം തിരികെ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ പൈതൃക തീർത്ഥയാത്രയിൽ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളും ആയിട്ട് വീണ്ടും കാണാം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ ധനുഷ്കോടി യാത്ര, ധനുഷ്കോടിയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ന്യൂസ് 18 ചാനലുകാർ ഒരു വലിയ സ്റ്റോറി തയ്യാറാക്കിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് മനസ്സിലായിരുന്നു. ഒട്ടാരുൺ എന്ന് വിളിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അവതരിപ്പിച്ചതെന്നുള്ളത് വളരെ അതിശയം നൽകുന്നതാണ്. അദ്ദേഹം ഹൈന്ദവീയമായിട്ടുള്ളതിനെയൊക്കെ തമസ്കരിക്കുന്ന ആളാണ്. പക്ഷേ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് എടുത്തു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നും ഏത് തരത്തിലുള്ള മൂല്യച്യുതിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭാരതീയമായിട്ടുള്ള ആശയത്തെ തമസ്കരിക്കാനായിട്ട്
ശ്രമിച്ചിട്ടുള്ളതെന്നൊക്കെ ആ വീഡിയോയിലൂടെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ തീർത്ഥയാത്രയിലെ ധനുഷ്കോടി വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.